ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ മോളോട് തനിച്ചൊരു കാര്യം സംസാരിച്ചോട്ടെ? അയ്യോ, അതിനെന്താ? രാധിക നിങ്ങളുടെ കുട്ടിയല്ലേ, തനിച്ച് എന്താ സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയാം. പ്രിയങ്കയെ രക്ഷിക്കാൻ രാധിക മോളെ ഇടപെടണം. അതിനവളുടെ കാല് പിടിക്കാനാ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പ്രിയങ്ക കാരണം കണിമംഗലത്തുകാര് ചുമക്കേണ്ടി വന്ന നാണക്കേട് എത്രയാണെന്ന് മറന്നു പോണ്ട. എല്ലാവരോടും ക്ഷമിക്കണമെന്ന് പറയാനേ എനിക്ക് പറ്റൂ. ആ, ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാ സത്യങ്ങളും വെളിച്ചത്ത് വരട്ടെ. മോളെ, മുത്തശ്ശിയുടെ കൂടെ ഒന്ന് വാ. വാ മോളെ, വാ. രാധയ്ക്ക് എന്തോ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. ഉദ്ദേശം നീ പറഞ്ഞ തന്നെയാ പത്മിനി. വരാൻ അവകാശമുള്ളവർ തന്നെയാണല്ലോ അമ്മേ, ആട്ടിയിറക്കാൻ പറ്റില്ലല്ലോ. മോളെ പിടിച്ചു പിടിച്ചു. മോളെ, പ്രിയങ്കയ്ക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്ക ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി നീ അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. അതൊക്കെ കുഞ്ഞുനാൾ മുതൽ മുത്തശ്ശി കണ്ടിട്ടുള്ളതാ. എന്നിട്ട് മുത്തശ്ശി ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ അത് വിടുമോളെ. ഇപ്പോഴത്തെ അവസ്ഥയില് നിനക്കല്ലാതെ വേറെ ഒരാൾക്കും അവളെ രക്ഷിക്കാൻ പറ്റില്ല. നിന്നെ അവൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞ പോലീസും കോടതിയും വിശ്വസിച്ചോളും. കോടതിയിലെ സത്യം മാത്രമല്ലേ പറയാൻ പറ്റൂ. പ്രിയങ്ക എന്നെ ദ്രോഹിച്ചിട്ടില്ലെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ടോ? എന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുന്ന പ്രതിജ്ഞ എടുത്ത ആളല്ലേ മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞിട്ടാണോ അവളിങ്ങനെയൊക്കെ ചെയ്ത്? മോളെ, എനിക്ക് ഇക്കാര്യത്തിൽ ഒരു സഹായവും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശി. മുത്തശ്ശി പൊയ്ക്കോളൂ. മോളെ, അവള് നിന്റെ അനുജത്തിയാ, നിന്റെ കൂടെ പിറപ്പാ. ആ തോന്നല് മുത്തശ്ശിക്ക് വന്നത് ഈ കേസ് വന്നതിന് ശേഷമല്ലേ? അതിനു മുമ്പ് അവൾ എന്റെ അനിയത്തിയാന്ന് ഞാൻ പറയുമ്പോ മുത്തശ്ശി എന്താ പറയാറുള്ളത്? തെരുവിന്ന് കിട്ടിയവൾക്ക് എന്ത് കൂടെ പിറപ്പെന്നല്ലേ? അത് കേട്ട് ഞാൻ എത്ര തവണ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് കേട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ അച്ഛനും അമ്മയും വരുമ്പോ അവരെ പോലും ആക്ഷേപിച്ചിട്ടല്ലേ ഉള്ളൂ. മുത്തശ്ശി കൂടുതലൊന്നും സംസാരിക്കാതെ മുത്തശ്ശി പോയിക്കോളൂ. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അപ്പോ നീ ഒന്നും ചെയ്യില്ല അല്ലേ? ഞാൻ ചെയ്യില്ല. ഇപ്പൊ മുത്തശ്ശി എനിക്ക് ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നല്ലോ. മുൻപ് എപ്പോഴെങ്കിലും ഞാൻ കുഞ്ഞായിരിക്കുമ്പോ പോലും ഇങ്ങനൊന്ന് ചെയ്തായിട്ട് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ?